Good morning, dear students. ആറ്റിങ്ങൽ എക്സോട്ടിക്കിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ +1 എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ നോട്ട് കിട്ടും. അപ്പോൾ നല്ലതുപോലെ നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ഇപ്പോഴുള്ള ഈ ആഗോളവൽക്കരണവും ഔട്ട്സോഴ്സിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്ക്, ഇൻഫോസിസ് അങ്ങനെയുള്ള തൊഴിൽ അവസരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവിടെയൊക്കെ ലഭിക്കുന്ന തൊഴിലവസരങ്ങളുമൊക്കെ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത ചാപ്റ്റർ പോവർട്ടി. എന്താ പോവർട്ടി എന്ന് പറയുന്നത്? ദാരിദ്ര്യം അല്ലേ? അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്, പോവർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പർ നല്ലതുപോലെ എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററിലോട്ട് പോകുന്നു. എന്താ പോവർട്ടി? ദാരിദ്ര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ളവർ ഒരുപാടുണ്ട്. BPL, APL കാർഡ് അല്ലേ? നമുക്ക് ഏറ്റവും പരിചയമുള്ളതാ. റേഷൻ കടയിലൊക്കെ പോകുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നു, നമ്മളെ കാർഡ് APL ആണ്, അടുത്ത് ഉള്ള വീട്ടിലത് BPL ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളതും അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളതും അല്ലേ? BPL ബിലോ പോവർട്ടി ലൈൻ, APL എബോവ് പോവർട്ടി ലൈൻ. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിന് വളരെയധികം നമ്മുടെ രാജ്യത്ത് പ്രാധാന്യം കൊടുക്കുന്നു. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിനെന്ന് പറയത്തില്ല അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്. നമുക്കറിയാം ഓരോ പഞ്ചവത്സര പദ്ധതികളിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ഒരുപാടുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം രാജ്യത്തിൽ വികസനം നേടണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു നില ഭദ്രമാകണമെങ്കിൽ നമുക്ക് ഈ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ, ദാരിദ്ര്യം നല്ല രീതിയിൽ കുറഞ്ഞു വരണം, തൊഴിലില്ലായ്മ നല്ല രീതിയിൽ കുറഞ്ഞു വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഒരുപാട് പദ്ധതികളൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ നമുക്കറിയാം. അപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് പോവർട്ടി. നമ്മൾ കേട്ടിട്ടുണ്ട്, പോവർട്ടി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലം ഇൻ മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ പോവർട്ടി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലം ഇൻ മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. പ്രധാനമായും വികസ്വര രാജ്യങ്ങളിൽ വളരെ രൂക്ഷമായ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് ദാരിദ്ര്യം അല്ലേ? ഇന്ത്യയിൽ നമുക്കറിയാം പല വികസന കാര്യങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് തടസ്സം അല്ലേ? അപ്പോൾ ഇറ്റ് ഹിൻഡേഴ്സ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എക്കോണമി. പല വളർച്ചയ്ക്കും വികസനത്തിനുമൊക്കെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, തടയുന്ന ഒരു സംഭവമാണ് ഏത്? ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാരണമാണ്, തൊഴിലില്ലായ്മ. അതുപോലെ ലാക്ക് ഓഫ് അസറ്റ്, ആസ്തി ഇല്ലായ്മ അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനായിട്ട് കൃഷി, സ്വന്തമായിട്ട് വയലും അല്ലെങ്കിൽ നെല്ലൊക്കെ കിട്ടുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, പല സ്ഥലങ്ങളിലും വയലൊക്കെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയുടെ തകർച്ച പറയാം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ചില കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പ്രധാന കാരണമെന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. പണ്ടത്തെ അവസ്ഥയല്ല ഇന്ന്. 130 കൂടുതൽ കോടി ജനങ്ങൾ ഇന്ത്യയിൽ വസിക്കുന്നു അല്ലേ? ഈ ജനസംഖ്യ വർധനവ് വരുമ്പോൾ അതിന് അനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനം വളരുമോ? ഇല്ല. അത് എന്തിലേക്ക് നയിക്കും? ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അതെന്തിലേക്ക് നയിക്കും? ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അപ്പോൾ ആ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച, ഇതെല്ലാം എന്തിന് കാരണമാണ്?
ദാരിദ്ര്യത്തിന് കാരണമാണ് അല്ലേ. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ പോവർട്ടി ഈസ് വൈഡ് സ്പ്രെഡ് ബോത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. പോവർട്ടി ഈസ് വൈഡ് സ്പ്രെഡ് ബോത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും പോവർട്ടി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് തന്നെയല്ലോ. അപ്പോൾ അതിൽ പ്രധാനമായും നമുക്കറിയാം, ഗ്രാമീണ മേഖലയിലാണെങ്കിൽ നമുക്കറിയാം റൂറൽ പോർ ഇൻക്ലൂഡ്സ് ദി ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് അല്ലേ. അതുപോലെ തന്നെ എന്തരാണ് നമ്മളെ ഈ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കറിയാം കുറച്ച് ഭൂമി ഇല്ലാത്തവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടക്കെണിയുള്ളവരുണ്ട്, ഇൻഡപ്നെസ്. അപ്പോൾ കടക്കെണിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിൽ ഒരുപാട്. ഇനി അതുപോലെ തന്നെ നഗരങ്ങളിലും അതുപോലെ ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗമുണ്ട് അല്ലേ. റിക്ഷാ പിള്ളേഴ്സും അതുപോലെ സാധാരണ അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമുക്കറിയാം നഗരങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും ദാരിദ്ര്യം ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചലഞ്ച് ഫോർ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ വെല്ലുവിളിയാണ്. പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചാലഞ്ച് ഫോർ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ വെല്ലുവിളിയാണ് അല്ലേ. അപ്പോൾ ഈ ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കോമൺ ക്യാരക്ടർ അല്ലെങ്കിൽ ദരിദ്രരെ എടുക്കുമ്പോൾ ചില കോമൺ ക്യാരക്ടറൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പ്രധാനമായും എന്തായിരിക്കും, എംപ്ലോയിഡ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ, അല്ലെങ്കിൽ ഓർ അൺഎംപ്ലോയിഡ്. ഒന്നുകിൽ ഈ ദാരിദ്ര്യം കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ സ്ഥിരമായി ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയിഡ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒന്നുകിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലേ. പിന്നെ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെപ്റ്റൻസ്. അപ്പോൾ ഈ ഇൻഡെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ കടക്കണി, അവർക്ക് ഒരുപാട് കടക്കണിയൊക്കെ ഉള്ള ആൾക്കാർ കാണും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അസറ്റ്സ് ആസ്തിയില്ലായ്മ അല്ലേ. പിന്നെ ഇതിന് പ്രധാനമായിട്ട് നമുക്കറിയാം മെജോറിറ്റി ഓഫ് പുവർ ബിലോങ് ടു സോഷ്യലി ബാക്ക്വേർഡ് സെക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നോക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രത്യേകത അല്ലെങ്കിൽ ലാൻഡ്ലെസ് ആയിരിക്കും അവർ, കൂടുതലും ഭൂമിയില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വ്യാധിച്ച് ജോലിക്ക് പോകാൻ നിവർത്തിയില്ലാത്ത, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് വീട്ടിൽ ഹെൽപ്പിനൊന്നും ആരുമില്ലാതെ ഒരു അവസ്ഥ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞ പോലെ പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചലഞ്ച് ഫോർ ഇന്ത്യ. പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചലഞ്ച് ഫോർ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ വെല്ലുവിളിയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ എന്താ ദാരിദ്ര്യം? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. പോവർട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പോവർട്ടി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. വികസ്വര രാജ്യങ്ങളിലൊക്കെ വളരെ രൂക്ഷമായ പ്രശ്നമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ഈ ദാരിദ്ര്യം? ഒന്ന് പറഞ്ഞു നോക്കിയാൽ, നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയാണ്. ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, BPL എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദരിദ്രര് പാവപ്പെട്ട ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നിർവചനം കൊടുക്കണ്ടേ, എന്താണ് ദാരിദ്ര്യം? പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ, ഇതൊരു സാഹചര്യമാണ്. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. എന്താ ദാരിദ്ര്യം? പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കുക. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. റഫായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ in which a section of the society
is unable to fulfill even its basic necessities of life. ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ദാരിദ്ര്യമെന്ന് നമ്മൾ പറയുന്നത്. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ദാരിദ്ര്യം, അല്ലേ? അപ്പോൾ എന്താ പോവർട്ടി ലൈൻ? ദാരിദ്ര്യ രേഖ. പോവർട്ടി ലൈൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ദാരിദ്ര്യ രേഖ. BPL APL ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പോവർട്ടി ലൈൻ. എന്താ പോവർട്ടി ലൈൻ? ഇറ്റ് ഈസ് എ കട്ട് ഓഫ് പോയിന്റ്. ഇറ്റ് ഈസ് എ കട്ട് ഓഫ് പോയിന്റ് which divides population into poor and non-poor. Poverty line, it is a cut-off point which divides population into poor and non-poor. നമ്മുടെ ജനസംഖ്യയെ രണ്ട് വിഭാഗമായി തിരിക്കുന്നതാണ്, അല്ലേ? APL BPL. It is a cut-off point which divides population into poor and non-poor. It is a cut-off point which divides population into poor and non-poor. ജനസംഖ്യയെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖയാണ് ഏത്? ദാരിദ്ര്യ രേഖ. It is a cut-off point which divides population into poor and non-poor. ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖയാണ് ഏത്? ദാരിദ്ര്യ രേഖ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായി ഓർക്കുക. പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമുഖ വെല്ലുവിളിയാണ്. പോവർട്ടി ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ ചലഞ്ച് ഫോർ ഇന്ത്യ, അല്ലേ? അപ്പോൾ പോവർട്ടി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലം, അല്ലേ? നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമായിട്ട് നമ്മൾ ദാരിദ്ര്യത്തിനെ കണക്കാക്കുന്നു. നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനുമൊക്കെ തടസ്സമാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഹിൻഡേഴ്സ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എക്കോണമി. പോവർട്ടി ലീഡ്സ് ടു പുവർ ഹെൽത്ത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു, അല്ലേ? പോവർട്ടി ലീഡ്സ് ടു പുവർ ഹെൽത്ത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോവർട്ടി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ചലഞ്ചാണ്. അതുപോലെ പോവർട്ടി ഈസ് വൈഡ് സ്പ്രെഡ് ബോത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. ഗ്രാമനഗര വ്യത്യാസമുണ്ടോ ദാരിദ്ര്യത്തിന്? ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും ഒരു വിഭാഗം ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു പോവർട്ടി ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ കൺസെപ്റ്റ്. ഇതെന്ന് പറയുന്നത് ഒരു ഒരു ബഹുമുഖമായിട്ട് വരുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ മൾട്ടി ഡൈമെൻഷണൽ ചാലഞ്ച്, ബഹുമുഖ വെല്ലുവിളിയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? പോവർട്ടി ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ ചാലഞ്ച് ഫോർ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമുഖ വെല്ലുവിളിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പോവർട്ടി ഒരു കോമൺ ക്യാരക്ടർ പോവർട്ടിയെ സംബന്ധിച്ച് ദാരിദ്ര്യമുള്ള ആൾക്കാർക്ക് അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് മെജോറിറ്റി ഓഫ് ദി പുവർ ബിലോങ്സ് ടു സോഷ്യലി ബാക്ക്വേർഡ് റീജിയൻസ്, അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡ് സെക്ഷൻസ്. ദരിദ്രരിൽ കൂടുതലും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ പിന്നോക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അല്ലേ? അതുപോലെ തന്നെ ഇവർക്ക് കൂടുതൽ കടക്കണി ബാധ്യതകളൊക്കെ ഒരുപാടുള്ളത് ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചവരായിരിക്കും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അസറ്റ്സ്, അല്ലെങ്കിൽ നോ അസറ്റ്സ് ലൈക്ക് ലാൻഡ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, നമുക്കറിയാം. പിന്നെ നമുക്കറിയാം ഇവർ പ്രധാനമായിട്ടും ഇവർ എന്തിനെ ആശ്രയിക്കുന്നത്? അല്ലെങ്കിൽ എംപ്ലോയിഡ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കും. ഒന്നുകിൽ തൊഴിൽ രഹിതരായിരിക്കും, അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്കൊക്കെ ജോലിയുള്ള ആൾക്കാർ, അല്ലേ? സ്ഥിരമായിട്ടൊന്നും ജോലിയില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ജോലിയുണ്ട്. ഇന്നൊരു പണി ഉണ്ടായിരുന്നു, ഇനി ഒരാഴ്ചയില്ല. അങ്ങനെ ഉള്ളവർക്കും കുടുംബത്തിനൊക്കെ നോക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും.
അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ, മഴ വന്നാൽ ജോലിയില്ല അല്ലേ, അങ്ങനെയൊക്കെയുള്ള ടീമുകളുണ്ട്. ആ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഇനി ചിലവരെന്തായിരിക്കും തൊഴിലില്ലായ്മ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ട് അനുഭവം വന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് സ്ഥിരമായിട്ട് ജോലി ഇല്ലാതെയൊക്കെയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പൊതുവായിട്ട് ദരിദ്രർക്കുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ് ദാരിദ്ര്യമെന്ന് പറഞ്ഞു. പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഏതെന്ന് നമ്മൾ പറഞ്ഞു, ദാരിദ്ര്യം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താ ദാരിദ്ര്യ രേഖ? പോവർട്ടി ലൈൻ, ഇറ്റ് ഈസ് എ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് പോപ്പുലേഷൻ ഇൻറ്റു പുവർ ആൻഡ് നോൺ പുവർ. നമ്മുടെ ജനസംഖ്യയെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖ. ഇറ്റ് ഈസ് എ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് പോപ്പുലേഷൻ ഇൻറ്റു പുവർ ആൻഡ് നോൺ പുവർ. ജനസംഖ്യ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന രേഖയാണ് ഏത് രേഖ? ദാരിദ്ര്യ രേഖ. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും ഇനി ഒരു കാര്യം കൂടെ നോക്കണം. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന സ്ഥാപനം ഏതാ? അത് നമ്മൾ ആദ്യമേ ഒന്ന് നോക്കുക അല്ലേ. NSS കേട്ടിട്ടുണ്ടോ നിങ്ങൾ? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് കേട്ടിട്ടുണ്ടോ? NSSO ഇന്ത്യയിൽ ദാരിദ്ര്യ കണക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനം NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. മറന്നു പോകരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യം കണക്കാക്കാൻ ശ്രമിച്ച ആളും ആര് തന്നെയാ? ദാദാഭായ് നവറോജി. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ചെലവ് സൂചിക. ആരാ ഇതിൻ്റെ ആള്? AB കോളത്തിലും ട്രൂ ഓർ ഫാൾസിലൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദാദാഭായ് നവറോജി. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ചെലവ് സൂചിക തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാ? ദാദാഭായ് നവറോജി. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന സ്ഥാപനം ഏതാ? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ചെലവ് സൂചിക തയ്യാറാക്കിയത് ആരാ? ദാദാഭായ് നവറോജി. അതുപോലെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യം കണക്കാക്കുന്ന സ്ഥാപനം ഏതാ? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ നമ്മൾ ദാരിദ്ര്യമായി നമുക്കറിയാം, ദാരിദ്ര്യം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ദാദാഭായ് നവറോജി വാസ് ദി ഫസ്റ്റ് അല്ലേ ടു ഡെവലപ്പ് എ കൺസെപ്റ്റ് നോൺ ആസ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലേ. എന്തുവേണ്ടിയായിരുന്നു? ടു എസ്റ്റിമേറ്റ് ദി ലെവൽ ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ ലെവലും അതിൻ്റെ അനുപാതമൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ദാദാഭായ് നവറോജി തയ്യാറാക്കിയതാണ് ഏത്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ ഇന്ന് ദാരിദ്ര്യം കണക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാ? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അല്ലേ, NSSO. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ APL, BPL, പോവർട്ടി ലൈൻ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് പോപ്പുലേഷൻ ഇൻറ്റു പുവർ ആൻഡ് നോൺ പുവർ. അപ്പോൾ ഈ ദാരിദ്ര്യ അനുപാതമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. കാസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ തിരിച്ചറിയാൻ പറയും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കാസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്
അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്, തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. കാരണം തൊഴിൽ അവസരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ വരുമാനമില്ല, അല്ലേ? വരുമാനമില്ലാതെ വരുമ്പോൾ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. ജീവന നിലവാരം എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. ഇപ്പോൾ ഇത് തന്നെയാണ് ഉദാഹരണം, അല്ലേ? ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തൊഴിലില്ല, വരുമാനമില്ല, ജീവന നിലവാരം താഴോട്ട് പോകുന്നു. പലരുടെ കയ്യിൽ പണമില്ല, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, രൂക്ഷമായ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനം. ജനസംഖ്യ ഇങ്ങനെ ദ്രുതഗതിയിൽ വർദ്ധിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഭക്ഷണം അല്ലെങ്കിൽ ആഹാര സൗകര്യങ്ങൾ, ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിക്കുമോ? ഇല്ല. അപ്പോൾ എന്തിലോട്ട് നയിക്കും? ദാരിദ്ര്യത്തിലോട്ട് നയിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ലോ ഇൻകം, കുറഞ്ഞ വരുമാനം, അല്ലേ? നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമാണ് കുറഞ്ഞ വരുമാനം. ചില കുടുംബത്തിൽ ഇടയ്ക്ക് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ വരുമാനം കുറവാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. അതുപോലെ ലാക്ക് ഓഫ് അസറ്റ്, ആസ്തിയില്ലായ്മ, അല്ലേ? ഇപ്പോൾ നമുക്ക് ആസ്തിയില്ലായ്മ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റു വാടകയ്ക്കോ അതിന് തന്നെ കിടക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ തികയാതെ വരുന്നു. അപ്പോൾ ലാക്ക് ഓഫ് അസറ്റ്. പിന്നെ നമ്മുടെ രാജ്യത്ത്, കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സംബന്ധിച്ച്, നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. എന്താ? വിലക്കയറ്റം. നമ്മൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ വിലക്കയറ്റം അല്ലെങ്കിൽ റൈസിങ് ദി പ്രൈസസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളുടെ വില ഉയരുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മുടെ ഈ കുറഞ്ഞ വരുമാനത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്രോളിനും മറ്റ് ഉള്ളിക്കും ഇങ്ങനെയുള്ള നിത്യജീവിതത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടിയാൽ എങ്ങോട്ട് നയിക്കും? ദാരിദ്ര്യത്തിലോട്ട് നയിക്കും. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കാരണമാണ് എന്താ? വിലക്കയറ്റം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഷിക മേഖലയുടെ തകർച്ച. മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്ത്യയുടെ നട്ടെല്ലെന്ന് പറയുന്ന കൃഷിയായിരുന്നു. അപ്പോൾ പലരും സ്വന്തമായി വയലില്ലെങ്കിൽ പോലും വയലിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അതിന് പ്രതിഫലമായിട്ട് നെല്ലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുതിലെ അല്ലെങ്കിൽ ഒരു 10-25 വർഷത്തിനൊക്കെ മുന്നേ ആണെങ്കിൽ നമുക്കറിയാം വീട്ടിൽ സാധാ ആളുകളായാലും സ്വന്തമായി വയലില്ലാത്തവരായാലും വീട്ടിൽ നെല്ലും കാര്യങ്ങളും പത്തായൊക്കെ കാണും. കാര്യം എന്താ? അവർ വയലിൽ ജോലിക്ക് പോകുമ്പോൾ പ്രതിഫലമായി കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യത്തിന് വലിയ നമുക്ക് പണമില്ലെങ്കിൽ പോലും നെല്ല് കുത്തിയൊക്കെ കഞ്ഞി വെച്ച് കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കാർഷിക മേഖല തകർന്നു, അല്ലേ? നമുക്കറിയാം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യാസ് ഇക്കോണമി അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഫണ്ടമെൻ്റലി അഗ്രിയറിയൻ, അടിസ്ഥാനപരമായ കൃഷിയായിരുന്നു, കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് പല കൃഷി സ്ഥലങ്ങളും വെറുതെ ഇട്ടിരിക്കുകയാണ്. കാരണം എക്സ്പെൻസ് കൂടുതൽ, കിട്ടുന്ന പ്രതിഫലമൊന്നും കിട്ടുന്നില്ല. പിന്നെ പലർക്കും ഇതിൻ്റെ തൊഴിലും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാർഷിക മേഖലയുടെ തകർച്ചയും ദാരിദ്ര്യത്തിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒരു 5 എണ്ണം മനസ്സിൽ വെച്ചിരുന്നത് എന്തൊക്കെ നോക്കാം? അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതുപോലെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം, അതുപോലെ ലാക്ക് ഓഫ് അസറ്റ്, അതുപോലെ കാർഷിക മേഖലയുടെ തകർച്ച. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചാലഞ്ച് ഫോർ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമുഖ വെല്ലുവിളിയാണ് ദാരിദ്ര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിന് നിരവധി കാരണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. ഇനി ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട് ദാരിദ്ര്യം കണക്കാക്കുന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അത് മനസ്സിലാക്കി. ഇനി ഇന്ത്യയിൽ ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്, അല്ലേ? ആരാ? ദാദാഭായ് നവറോജി. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിൽ ചെലവ് സൂചിക തയ്യാറാക്കിയത് ആരാ? ദാദാഭായ് നവറോജി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ട് വിവിധതരം ദാരിദ്ര്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമ്മൾ ദാരിദ്ര്യ രേഖയുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ നോക്കുന്നത് കാറ്റഗറൈസിങ് പോവർട്ടിയാണ്. ദർ ആർ മെനി വേസ് ടു കാറ്റഗറൈസിങ് പോവർട്ടി. അപ്പോൾ നമ്മൾ ദാരിദ്ര്യം തരംതിരിവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഓൾവേസ് പുവർ, ഓൾവേസ് പുവർ, അതുപോലെ യൂഷ്വലി പുവർ, യൂഷ്വലി പുവർ, അതുപോലെ കേണിംഗ് പുവർ,
അതുപോലെ ഒക്കേഷണലി പുവർ, നോൺ പുവർ അല്ലെങ്കിൽ നോട്ട് പുവർ. നോക്കട്ടെ, അതിൽ ആദ്യം ആൾവേസ് പുവർ ഉണ്ട്, യൂഷ്വലി പുവർ ഉണ്ട്, കേണിംഗ് പുവർ ഉണ്ട്, ഒക്കേഷണലി പുവർ ഉണ്ട്, നോൺ പുവർ അല്ലെങ്കിൽ നെവർ പുവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾവേസ് പുവർ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യ ദരിദ്രർ അല്ലേ? ഓൾവേസ് പുവർ, നിത്യ ദരിദ്രർ. അപ്പോൾ നമ്മൾ ദാരിദ്ര്യ രേഖ വരച്ചിട്ടത് നോക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതുപോലെ മനസ്സിലാകും. ദാരിദ്ര്യ രേഖ വരച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പോവർട്ടി ലൈൻ. ഓക്കെ, അതിലാദ്യം നമ്മൾ നോക്കുന്നത് ആൾവേസ് പുവർ, നിത്യ ദരിദ്രർ. ഇവരുടെ ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഓൾവേസ് പുവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിത്യ ദരിദ്രർ. ഇവിടെ നമ്മൾ പോയിന്റ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതിന് താഴെയാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മാത്രമാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ സ്പെസിഫൈഡ് കാറ്റഗറിയാണ് ഇത്. പോവർട്ടി ലൈനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് താഴെ മാത്രമാണ് നിൽക്കുന്നത്, ഓൾവേസ് പുവർ. അപ്പോൾ അതുപോലെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോവർട്ടി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി പുവർ. അടുത്ത നമ്മൾ നോക്കുന്ന ഏതാ? യൂഷ്വലി പുവർ. അപ്പോൾ ഇവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അതിൻ്റെ പോയിൻ്റൊക്കെ നിൽക്കുന്നത്. പക്ഷേ സാധാരണ ദരിദ്രർ, ചെറിയൊരു വ്യത്യാസം, ദാരിദ്ര്യരേഖ കടന്ന് ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വരുന്നു അല്ലേ? യൂഷ്വലി പുവർ, സാധാരണ ദരിദ്രർ, യൂഷ്വലി പുവർ. അപ്പോൾ ആൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ അല്ലേ? യൂഷ്വലി പുവർ. അപ്പോൾ ഇവർ രണ്ടുപേരെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്രോണിക് പുവർ എന്ന് വിളിക്കും. ഇവർ രണ്ടുപേരെയും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? CHRONIC, ക്രോണിക് പുവർ. അപ്പോൾ രണ്ട് വിഭാഗം നമ്മൾ മനസ്സിലാക്കി. ഓൾവേസ് പുവർ എന്ന് പറഞ്ഞാൽ നിത്യദരിദ്രർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മാത്രമാണ് പോയിന്റ് കാണിക്കുന്നത് അല്ലേ? അതുപോലെ യൂഷ്വലി പുവർ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യരേഖ കടന്നതാ, ഒരു പ്രാവശ്യം നമ്മൾ മുകളിലോട്ട് പോയിട്ട് വന്നു. സാധാരണ ദരിദ്രർ. അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് ഒറ്റ വരിയിൽ വേണമെങ്കിൽ വരയ്ക്കാം, നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് താഴോട്ട് വരയ്ക്കാം. കേണിംഗ് പുവർ, നമ്മൾ ചേണിംഗ് പുവർ എന്നൊക്കെ നമ്മൾ പറയും, CHURNING. ആ പേരിൽ തന്നെ ഉണ്ട് എന്താ? ഇടക്കാല ദരിദ്രർ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഇടക്കാല ദരിദ്രർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് മുകളിലും താഴെയും ഇടക്കാല ദരിദ്രർ. ചില എന്തെങ്കിലും അസാധാരണ സാഹചര്യം വരുമ്പോൾ ദാരിദ്ര്യത്തിലോട്ട് പോകുന്നവരാണ് അല്ലേ ഇടക്കാല ദരിദ്രർ. ചെയിൻ പുവർ, ഇടക്കാല ദരിദ്രർ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ നമുക്കറിയാം ദരിദ്രരാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇടയ്ക്ക് വരുമാനമുണ്ട് അല്ലേ? ഇടയ്ക്ക് വരുമാനമുണ്ട്. സ്മാൾ ഫാർമേഴ്സ്, അതുപോലെ സീസണൽ വർക്കേഴ്സ് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഇടക്കാല ദരിദ്രർക്ക് എക്സാമ്പിൾ പറയണമെങ്കിൽ സീസണൽ വർക്കേഴ്സ്, ചില സീസണിൽ ജോലി ഉണ്ട്, അപ്പോൾ വരുമാനമുണ്ട്, നല്ല സിറ്റുവേഷൻ കൊള്ളാം. എന്നാൽ ചില സീസണിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയാൽ ജോലിയില്ല. സീസണൽ വർക്കേഴ്സ് ഓർക്കുന്നുണ്ടല്ലോ? സ്മാൾ ഫാർമേഴ്സും സീസണൽ വർക്കേഴ്സും ഒക്കെയാണ് ഏതിന് ഉദാഹരണം? ഇടക്കാല ദരിദ്രർക്ക് ഉദാഹരണം. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ ഒക്കേഷണലി പുവർ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ? എന്താ? സാന്ദർഭിക ദരിദ്രർ അല്ലേ? എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ, അപ്പോൾ ഇവർ ഹു ആർ റിച്ച്, ഇവർ ചിലപ്പോൾ റിച്ച് ആയിരിക്കാം, പണക്കാരായിരുന്നിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, അസാധാരണ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ലക്കിൻ്റെ ഫലമായിട്ട് ബിസിനസ് തകരുകയോ അല്ലേ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്നതിൻ്റെ ബാഡ് ലക്കിൻ്റെയൊക്കെ ഫലമായിട്ട് ചില സന്ദർഭത്തിൽ ദരിദ്രരാകുന്നവരാണ്. അപ്പോൾ സാന്ദർഭിക ദരിദ്രർ. അപ്പോൾ പോയിന്റ് നോക്കുക, ഇവിടെ ഈക്വലായിട്ട് മുകളിലും താഴെ നിന്നെങ്കിൽ സാന്ദർഭിക ദരിദ്രർ വരുമ്പോൾ ഇവർക്ക് നമുക്കറിയാം ഇവരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് പൈസയൊക്കെ ഉള്ള ടീമാണ്. പക്ഷേ എന്തെങ്കിലും സന്ദർഭമൊക്കെ വരുമ്പോൾ പോവർട്ടി ലൈനിൻ്റെ താഴെ വരുന്നു പോയിന്റ് അല്ലേ? എന്തെങ്കിലും അസാധാരണ സാഹചര്യത്തിൽ, നമ്മൾ ഈ ദാരിദ്ര്യ രേഖയാണിത്, അപ്പോൾ എന്തെങ്കിലും അസാധാരണ സാഹചര്യമൊക്കെ വരുമ്പോൾ താഴോട്ട് പോകുന്നു. സാന്ദർഭിക ദരിദ്രർ, ഒക്കേഷണലി പുവർ. അപ്പോൾ അവർ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. ചില പ്രത്യേക സമയത്തിൽ അല്ലെങ്കിൽ ചില ബാഡ് ലക്കിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ
ദാരിദ്ര്യരേഖയ്ക്ക് താഴോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ ഇവരെ നമ്മൾ രണ്ടുപേരെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രാൻഷ്യൻ്റ് പുവർ എന്ന് വിളിക്കാം. ട്രാൻഷ്യൻ്റ് പുവർ, ഇവർ രണ്ടുപേരെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ട്രാൻഷ്യൻ്റ് പുവർ. ഇനി അഞ്ചാമത്തെ പടം അല്ലെങ്കിൽ നോൺ പുവർ നമ്മുടെ മനസ്സിലുണ്ട്. നോൺ പുവർ എന്ന് പറഞ്ഞാൽ സമ്പന്നർ അല്ലേ. ഇതിൻ്റെ മുകളിൽ തന്നെയാണ്, ദാരിദ്ര്യരേഖയുടെ മുകളിൽ തന്നെയാണ് സിഗ്നൽ. നെവർ പുവർ അല്ലെങ്കിൽ നോൺ പുവർ അല്ലേ. നെവർ പുവർ എന്നൊക്കെ നമ്മൾ പറയുന്നു, നെവർ പുവർ. അപ്പോൾ ഇവരെ നമുക്കറിയാം സമ്പന്നരാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പോലും അറിവില്ലാത്ത ആൾക്കാർ അല്ലേ, നെവർ പുവർ അല്ലെങ്കിൽ നോൺ പുവർ. അപ്പോൾ ജസ്റ്റ് നോക്കുക, കാറ്റഗറൈസിങ് പോവർട്ടിയാണ് നമ്മൾ തൽക്കാലം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ നോട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും. അപ്പോൾ എന്നാലും ഒന്നുകൂടെ നോക്കുക, നമ്മൾ ദെയർ ആർ മെനി വേയ്സ് ടു കാറ്റഗറൈസിങ് പോവർട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് 5 തരത്തിൽ നമ്മൾ പറഞ്ഞു. ഓൾവേസ് പുവർ, യൂഷ്വലി പുവർ, അതുപോലെ ചേണിങ് പുവർ, ഒക്കേഷണലി പുവർ, നെവർ പുവർ. അപ്പോൾ നോക്കുക, ഇവിടെ ദാരിദ്ര്യരേഖ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പോവർട്ടി ലൈനുമായി പിന്നെ ഓൾവേസ് പുവർ നമ്മുടെ ഈ രേഖയ്ക്ക് താഴെ മാത്രമാണ് അല്ലേ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മാത്രമാണ്, കണ്ടോ. അതുപോലെ യൂഷ്വലി പുവർ സാധാരണ ദരിദ്രർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നു, ചില സന്ദർഭങ്ങളിൽ കണ്ട ഈ രേഖ കടന്നു പോകുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ ഇടക്കാല ദരിദ്രർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ഫാർമേഴ്സ്, സീസണൽ വർക്കേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇവർ ചില സമയങ്ങളിൽ ജോലിയുണ്ട്, ചില സമയങ്ങളിൽ വരുമാനമില്ല, ഇടക്കാല ദരിദ്രർ. അതുപോലെ സാന്ദർഭിക ദരിദ്രർ, ബാഡ് ലക്കിൻ്റെയൊക്കെ ഫലമായിട്ട് മോശം അവസ്ഥയൊക്കെ വരുമ്പോൾ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, നല്ല ലെവലിൽ ജീവിച്ചിരുന്ന ആൾക്കാർ താഴോട്ട് വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു ചില പ്രത്യേക സാഹചര്യത്തിൽ, സാന്ദർഭിക ദരിദ്രർ. അതുപോലെ അടുത്തത് നെവർ പുവർ അല്ലെങ്കിൽ സമ്പന്നർ. ഓക്കെ ആണല്ലോ. അപ്പോൾ കാറ്റഗറൈസിങ് പോവർട്ടി, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ആദ്യത്തെ 2 പേരെ ചേർത്ത് നമ്മൾ ക്രോണിക് പുവർ എന്ന് അടയാളപ്പെടുത്തി, അടുത്ത 2 പേരെ ചേർത്ത് നമ്മൾ ട്രാൻഷ്യൻ്റ് പുവർ എന്ന് അടയാളപ്പെടുത്തി, ലാസ്റ്റിലുള്ളത് നെവർ പുവർ അല്ലേ, നെവർ പുവർ അല്ലെങ്കിൽ നോൺ പുവർ, നോൺ പുവർ സമ്പന്നർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. എന്താണ് പോവർട്ടി? പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ in which a section of the society is unable to fulfill even its basic necessities of life. ജീവിതത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ഒരു വിഭാഗം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം. ഓക്കെ ആണല്ലോ. എന്താണ് പോവർട്ടി ലൈൻ? ഇറ്റ് ഈസ് എ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് പോപ്പുലേഷൻ ഇൻറ്റു പുവർ ആൻഡ് നോൺ പുവർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യം കണക്കാക്കാനൊക്കെ ശ്രമിച്ചു ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യത്തിന് മുന്നേയൊക്കെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഓർത്ത് വയ്ക്കുക, ജയിൽ ചെലവ് സൂചിക ആരുമായി ബന്ധപ്പെട്ടതാ? ദാദാഭായ് നവറോജി. ഓക്കെ. പിന്നെ NSSO അറിയാം, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, ദാരിദ്ര്യം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് ഏത്? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ കാറ്റഗറൈസിങ് പോവർട്ടി, ദാരിദ്ര്യ തരംതിരിവ് വിഭാഗം നമ്മൾ പറഞ്ഞു. അപ്പോൾ പോവർട്ടി ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ചലഞ്ച് ഫോർ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് ബുക്ക് നമുക്കറിയാം, പോവർട്ടി ആൻഡ് ഫാമിൻ അല്ലേ. നമുക്ക് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പുസ്തകമൊക്കെ തയ്യാറാക്കിയതിനാണ് ആർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? ഇന്ത്യ അല്ലെങ്കിൽ സെൻ ഇൻഡെക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? സെൻ ഇൻഡെക്സ്, അതുകൂടെ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. സെൻ ഇൻഡെക്സ്, സെൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? പോവർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അമർത്യ സെന്നിനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നോബൽ പ്രൈസ് വിന്നറാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ഇന്ത്യയിൽ ഒരാൾക്ക് മാത്രമേ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. ആരാ? അമർത്യ സെൻ. ഓക്കെ ആണല്ലോ. അമർത്യ സെൻ, പോവർട്ടി ആൻഡ് ഫാമിൻ. അപ്പോൾ ബംഗാൾ ക്ഷാമത്തിനെയൊക്കെ അധികരിച്ച് പുസ്തകമൊക്കെ തയ്യാറാക്കിയതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഓർക്കാനുള്ള കാരണം നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെൻ ഇൻഡെക്സ്, സെൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? അമർത്യ സെൻ. അപ്പോൾ നോബൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സെൻ ഇൻഡെക്സ്. സെൻ ഇൻഡെക്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? പോവർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അല്ലെങ്കിൽ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിലയിരുത്തണം.
അപ്പോൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യം, പോവർട്ടി, അതുപോലെ പോവർട്ടി ലൈൻ, അതുപോലെ കാസസ് ഓഫ് പോവർട്ടി, അതുപോലെ കാറ്റഗറൈസിങ് പോവർട്ടി, പിന്നെ ദാരിദ്ര്യം കണക്കാക്കുന്ന സ്ഥാപനം, അതുപോലെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് എന്നും വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഇങ്ങനെ പല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിലയിരുത്തണം. അപ്പോൾ ഇന്ന് പഠിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.